സിറ്റി ഓഫ് ലാൻഡേൺസ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളും റൊമാൻറ്റിക്കും ആയ സിറ്റികളിൽ ഒന്നാണ് സെൻട്രൽ വിയറ്റ്നാമിലെ ഹോയാൻ. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു തുറമുഖ നഗരമായിരുന്നു ഇത്. ആ ഹോയാനിലെ രാത്രി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ദിസ് ഈസ് പ്രശാന്ത് ആൻഡ് അർച്ചന. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അവർ വിയറ്റ്നാം ട്രാവൽ സീരീസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹോയാൻ സിറ്റി സെൻറ്ററിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മണി ആവാറായി. ഇവിടെ തൊട്ടടുത്തുള്ള ക്യാംഗിം എന്നൊരു വില്ലേജിലാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ ഇതേവരെ ഞങ്ങൾ ഹോയാൻ സിറ്റി സെൻറ്ററിലേക്ക് വന്നില്ല. ഇന്നാണ് ഫസ്റ്റ് ടൈം നമ്മളിവിടെ വരുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ ലാൻഡേൺസൊക്കെ ഫുൾ ഓൺ ആക്കും. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഈ സിറ്റിയുടെ ഭംഗി മനസ്സിലാവുകയുള്ളൂ. ഹോയാൻ സിറ്റിയിലെ എല്ലാ ബിൽഡിങ്സിനും ഒരു യെല്ലോ കളർ പെയിൻ്റാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന സ്റ്റാർബക്സ് ആണ്, അതിനും സെയിം കളർ പാറ്റേൺ തന്നെയാണ്. ഈ യെല്ലോ കളർ ബിൽഡിങ്സും ഈ വലിയ മരങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു വിൻറ്റേജ് വൈബ് നമുക്ക് ഈ ഹോയാനിൽ ഫുള്ള് ഫീൽ ചെയ്യും കേട്ടോ. ഞങ്ങളിവിടെ ഒരു ചെറിയ സ്ട്രീറ്റ് ഫുഡ് ഷോപ്പിൽ വന്നു. ഒരു ചെറിയ സ്ട്രീറ്റിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കട. ഇവിടുത്തെ ഈ ഭിത്തിയിൽ കുറേ നല്ല രസമുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഫുഡ് വന്നു. കോംഗ ഹോയാൻ എന്നാണ് ഞങ്ങൾ പറഞ്ഞ ഫുഡിൻ്റെ പേര്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോയാൻ സ്റ്റൈൽ ചിക്കൻ റൈസ്. ഹോയാനിൽ ചിക്കൻ റൈസ് ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലായിരുന്നു. ഒരു സൂപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ റൈസിൻ്റെ മുകളിൽ കുറേ ഉള്ളിയും പച്ചിലകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇത് നമ്മുടെ ചിക്കൻ്റെ ഫൂട്ടില്ലേ, ചിക്കൻ്റെ കാലിൽ നിന്ന് വരുന്ന സ്കിൻ, അതാണ് ഈ പാർട്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കളയുന്ന സംഭവമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ ഡിഷാണിത്. ജസ്റ്റ് കഴിച്ചു നോക്കാം, ടേസ്റ്റ് നോക്കാം. നോർമൽ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ആക്ച്വലി. ചെറിയൊരു ചൂവി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. പക്ഷെ നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. ഈ കാണുന്ന ബ്രൗൺ കളർ സംഭവമാണ് ബ്ലഡ് കേക്ക്. ഇത് ബ്ലഡും അതേപോലെ മീറ്റും വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് മാത്രം കഴിച്ചോക്കാം. ആക്ച്വലി പ്രത്യേകിച്ച് ഒരു തിരിച്ചറിയാൻ മാത്രം ടേസ്റ്റും ഇല്ല. ഈ സൂപ്പിൻ്റെ ഫ്ലേവറിൻ്റെ ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു ഫ്ലേവർ, മീറ്റിൻ്റെ ഫ്ലേവർ വരുന്നേ ഇല്ല. കഴിക്കാൻ യാതൊരു പ്രശ്നമില്ല, ഈസി ആയിട്ട് കഴിക്കാം. ചിക്കൻ റൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചത് ലോക്കൽസ് കഴിക്കുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ ബ്ലഡ് കേക്കും ചിക്കൻ ഫീറ്റും ഒക്കെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ ഇവർ തരും. ഹോയാനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഹോയാനിലൊരു മെയിൻ പരിപാടിയാണ് ഇവിടെ വന്നിട്ട് സ്യൂട്ട് തയ്ക്കുക എന്നുള്ളത്. സോ കടയുടെ മുമ്പിലൊക്കെ ഇത് നോക്കി ഡ്രസ്സുകളും സ്യൂട്ടുകളുടെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കടകളെല്ലാം ഈ സെയിം മോഡൽ കടകളാണ്. ഇതെല്ലാം നോക്കി ഒരു ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ചേക്കാണ്. നമുക്കിത് നമ്മൾ പറയുന്ന അനുസരിച്ച് ഒരു ടൈലർ ഫിറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും. And how much time it will take for stitching? Depend how long you staying here. So if you leaving soon, we do quick. If you have the time to here, we do slightly long. Okay, but you can give in 2 days like that. Yeah. One day. ഒരു ഡേ കൊണ്ട് തന്നെ സ്യൂട്ട് തച്ച് തരുന്നതാണ് ഇവർ പറഞ്ഞത്. ഏകദേശം $100 വരും സ്യൂട്ടിന്. ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ കുറേ കൂടി ചീപ്പായിട്ട് കിട്ടും. ഇവിടെ ഓൾഡ് ടൗണിനോട് ചേർന്ന് തന്നെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ഈ മൊണാസ്ട്രീസിൽ ഷോർട്ട്സും അതുപോലെ സ്ലീവ്ലെസ്സും ഇട്ടിട്ട് കയറരുതെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ പൊതുവേ മൊണാസ്ട്രീസിൽ അത് സമ്മതിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു പാൻറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാഗിനകത്ത്. അപ്പോൾ ഞാൻ ഷോർട്സ് മാറിയിട്ട് പാൻറ്റാക്കി. അർച്ചനെ അതുപോലെ ഒരു ഷർട്ട് എടുത്തിട്ടു. ഈ മൊണാസ്ട്രീസിൽ ജനറലി അവർ ആ ഏരിയ നല്ല രസമായിട്ടായിരിക്കും വെച്ചേക്കുന്നത്.
നല്ല ഗാർഡൻ ഉണ്ടാവും, കുറേ നല്ല ചെടികളൊക്കെ ഉണ്ടാവും. അതേപോലെ നല്ല രസമുള്ള ചട്ടികൾ, ബോൺസായി ചെടികൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. ഇവിടെ അതേപോലെ നല്ല ഭംഗിയായിട്ടാണ് ഇവർ ഇത് വച്ചേക്കുന്നത്. ഗാർഡനിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഓവറോൾ ഈ ഏരിയ കാണാനായിട്ട്. ഒരു ചെറിയ പാർക്ക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിൽ എല്ലായിടത്തും ഒരു ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് പീസ്ഫുൾ ആവും. ഇപ്പോൾ ഇത്രയും തിരക്കുള്ള ഹോയാൻ സിറ്റിയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കില്ല. അത്രയ്ക്ക് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. എന്തൊക്കെ ഐറ്റംസ് ഇവിടെ ഓഫറിങ്സ് ആയിട്ട് വെച്ചേക്കുന്നത് നോക്കി. ഫ്രൂട്ട്സ് മാത്രമല്ല, കോഫി, ഗ്രീൻ ടീ, ചോക്ലേറ്റ്സ്, അതുപോലെ കൊക്കക്കോള വരെ ഇവിടെ ഓഫറിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിലൊക്കെ കുറേ കുട്ടി സന്യാസിമാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അവർക്ക് കഴിക്കാനായിരിക്കും അല്ലേ. സമയം 6:30 കഴിഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ലാൻറ്റേൺസ് ഓണാക്കി, കടകളിലും സ്ട്രീറ്റിലും ഒക്കെ. അതേപോലെ ടൂറിസ്റ്റുകളുടെ എണ്ണം പതുക്കെ പതുക്കെ കൂടി വരുന്നുണ്ട്. ഇവിടെ ചൂടും കൂടെ ആയതുകൊണ്ട് ഈവനിങ് സമയത്തായിരിക്കും ടൂറിസ്റ്റുകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ബോഗൻവില്ല ചെടികൾ ഹോയൻ സിറ്റിയിൽ ഫുള്ളുണ്ട്. അത് ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഹോയാനിലെ ഓൾഡ് ടൗൺ ഏരിയ, ഈ മെയിൻ ആയിട്ടുള്ള പഴയ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഈ ഏരിയ, ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. ഇവിടെ സൈക്കിൾ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ ഈവനിങ് ആയി കഴിഞ്ഞാൽ. അതുവരെ സ്കൂട്ടറിനൊക്കെ പോകാൻ തോന്നുന്നു. വൈകുന്നേരം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടേഴ്സൊന്നും ഇതികൂടെ ഓടിക്കാൻ സമ്മതിക്കില്ല. ഇതേപോലെ സൈക്കിൾസ് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സൈക്കിൾസ് റെൻറ്റിനെടുത്ത് ഓടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഹോം സ്റ്റേന്ന് സൈക്കിളിലാണ് വരുന്നതെങ്കിൽ അത് ഓടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് വേണം പോകാൻ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഓരോ സ്കൂട്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, പാർക്ക് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു നേരത്തെ കൊണ്ടുവച്ചതായിരിക്കും. ഇപ്പോൾ റോഡെല്ലാം ഇവർ ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ സ്കൂട്ടറായിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ സെക്യൂരിറ്റികൾ ഇരിക്കുന്നുണ്ട്. അവർ അങ്ങോട്ട് കടന്നു പോകാൻ സമ്മതിക്കുന്നില്ല. നല്ലൊരു കാര്യമാണ് ആക്ച്വലി. ഇത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ നടക്കുന്നതിനിടയിൽ കൂടെ സ്കൂട്ടർ കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ കാണുന്ന റിവർ, ഇത് തൂബോൺ റിവർ തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ തൂബോൺ റിവർ ഓർമ്മയുണ്ടാവും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാമ്കിം വില്ലേജിൽ കൂടെ ഒഴുകുന്ന സെയിം റിവറാണ് ഈ തൂബോൺ റിവർ. അപ്പോൾ നമ്മൾ ഈ പുഴ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാമ്കിം വില്ലേജ് എത്തും. ഇതാണ് ഹോയാനിലെ ലോക്കൽ മാർക്കറ്റ്. ഫ്രൂട്ട്സിനൊക്കെ നല്ല കത്തി വിലയാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ലപോലെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. വിയറ്റ്നാമിൽ പൊതുവെ എല്ലാ മാർക്കറ്റിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യണം. നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ലപോലെ നെഗോഷിയേറ്റ് ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്കാർ കുറച്ച് ഓവറായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നവരാണെന്നൊരു ടോക്ക് ബാക്കി രാജ്യക്കാർക്കിടയിലുണ്ട്. അതേപോലെ വില പേശി ഇവരെ വെറുപ്പിക്കരുത്. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസാന്ന് തോന്നിയാൽ സാധനം അങ്ങ് വാങ്ങിക്കുക. കാരണം ഇവരൊരു ലാഭം കിട്ടാൻ വേണ്ടി കച്ചവടം നടത്തുന്നതാണല്ലോ. മാർക്കറ്റായത് ഇവിടെ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പോൾ കുറേ ബോട്ടുകൾ പാർക്ക് ചെയ്തേക്കുന്ന ഒരു ഏരിയയിലേക്ക് വന്നു. ഇവിടെ 2 ടൈപ്പ് ബോട്ടുകളുണ്ട്, എഞ്ചിനുള്ളതും അതേപോലെ തുഴയുന്ന ടൈപ്പും. എഞ്ചിനുള്ള ബോട്ടുകൾ കുറേ കൂടെ വലുതാണ്. അതിൽ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. അതുകൊണ്ട് തുഴയുന്ന ടൈപ്പ് ബോട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.
ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് പോലുള്ള ഒരു ഏരിയയിൽ എന്തോ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് കണ്ടിട്ട് ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ബാമ്പുവിൻ്റെ ബാസ്ക്കറ്റിനകത്തിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബിങ്കോ പോലത്തെ എന്തോ ഒരു ഗെയിമാണിത്. ഇതിനകത്ത് ഏറ്റവും രസമായിട്ട് തോന്നിയത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ഈ പാട്ടും അതേപോലെ ഇൻസ്ട്രുമെൻസ് വെച്ചുള്ള മ്യൂസിക്കും ഒക്കെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. നമ്മൾ കുറേ നേരം ഇത് കണ്ടുകൊണ്ടിരുന്നു. ഹോയാനിൽ വന്ന എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ബോട്ട് റൈഡ്. നമ്മളേതായാലും ഇതിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ കുറേ പേര് നമ്മളെ ക്യാൻവാസ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇവരെ ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓൾറെഡി ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. വി ഡിഡ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കാൻ വരില്ല. ഇവിടെ ബോട്ട് റൈഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പുഴയിൽ ലാൻഡേൺസ് ഒഴുക്കുന്നത്. ഈ ചെറിയ പേപ്പർ കൊണ്ട് ഒരു ലാൻഡേൺ പോലെ ഉണ്ടാക്കിയിട്ട് അതിന് നടുക്ക് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ നല്ല രസമാണെങ്കിലും ശരിക്കും ഇതൊരു ആവശ്യമില്ലാത്ത പരിപാടിയാണ്. കാരണം ഇത്ര ലാൻഡേൺസ് ഈ പുഴയിൽ ഒഴുക്കി കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും പുഴ നല്ലപോലെ പൊല്യൂട്ടഡ് ആവും. പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർ, എസ്പെഷ്യലി നല്ല പ്രായമായ സ്ത്രീകളൊക്കെ ഈ ലാൻഡേൺസ് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അത് ചെയ്യണ്ടെന്നേ ഞങ്ങൾ പറയുള്ളൂ. എല്ലാവർക്കും ലാൻഡേൺസ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ലാൻഡേൺസ് വിൽക്കുന്നത്. ആൾക്കാർ പതുക്കെ പതുക്കെ വേറെ ആക്ടിവിറ്റീസിലേക്ക് മാറുമ്പോൾ ഇവരും ആ ബിസിനസ്സിലേക്ക് മാറിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും പൊല്യൂഷൻ കാരണം ഈ സ്ഥലമൊന്നും ആരും വരാതെയാകും. ഞങ്ങളോടൊരു സ്ട്രീറ്റ് ഫുഡ് ഷോപ്പിൽ നിന്ന് ഒരു ഡെസേർട്ട് കഴിക്കാമെന്ന് വെച്ചു. വിയറ്റ്നാമിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. എൻ്റെ പേര് ചേ എന്നാണ്. അർച്ചന നാട്ടിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ച ഒരു ഐറ്റമാണിത്. നല്ല കളർഫുള്ളാണ് ഇത് കാണാനായിട്ട്. കുറേ ഫ്രൂട്ട്സും ജെല്ലിയും അതേപോലെ കുറേ പയറുകളൊക്കെ ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട്? കുറേ എന്തൊക്കെ ഫ്രൂട്ട്സും ജെല്ലി പോലത്തെ സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു. രസമുണ്ട് കഴിക്കാൻ. ഭയങ്കര സ്വീറ്റ് അല്ല, കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. അത്യാവശ്യം വലിയൊരു സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ നിന്ന് കഴിക്കുന്നുള്ളൂ. ഇവിടെ കുറേ വലിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. മിക്കവാറും ആൾക്കാരെല്ലാം അവിടെ നിന്നാണ് കഴിക്കുന്നത്. പക്ഷേ ഈ റിവർ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഒന്നും ബഡ്ജറ്റ് ട്രാവലേഴ്സിന് പറ്റിയതല്ല. നമുക്ക് സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് നല്ലത്. ഞങ്ങളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിലും ഏകദേശം ഒരേ ഐറ്റംസ് ഒക്കെ തന്നെയാണ് വിൽക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സംഭവങ്ങളായിരിക്കും. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലും കണ്ടേ. ബാർബിക്യൂ ആണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളുടെ മെയിൻ താരം. ഒക്ടോപ്പസ്, തവള, കാട ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ പോർക്ക് സ്ക്യൂവേഴ്സ്, സോസേജ്, ബീഫ് സ്ക്യൂവേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മിക്കവാറും എല്ലാ ഷോപ്പിലും ഈ സെയിം സംഭവങ്ങൾ തന്നെയാണ്. വാട്ട് ഈസ് ദിസ് ഈസ് ഫ്രോ ഹൗ മച്ച്? 60 60 for this one. This is this is also 60. Ada 20. 20 ഉണ്ട് ചെറുത്, സ്മോൾ. നാട്ടിലൊരു 200 രൂപയാണ് ഫ്രോഗ് മീറ്റിൻ്റെ വില വരുന്നത്. ഒക്ടോപ്പസ് 60 രൂപ തൊട്ട് സൈസ് അനുസരിച്ച് 200 രൂപ വരെയുള്ള പീസുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം ബാർബിക്യൂ കഴിക്കാനായിട്ടൊരു മൂഡില്ല. വേറെ എന്തെങ്കിലും വെറൈറ്റി സംഭവം കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഒരു ചേട്ടൻ ബനാന സ്റ്റഫ് ചെയ്ത സ്റ്റിക്കി റൈസ് വിൽക്കുന്നുണ്ട്. അത് വാങ്ങാമെന്ന് വെച്ചു. ഇത് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പിന്നെ ഗ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് പീനട്ടൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. സംഭവം കൊള്ളായിരുന്നു.
ഇതാണ് ഹോയാനിലെ ഫേമസ് ആയിട്ടുള്ള ജാപ്പനീസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ പഗോഡ ബ്രിഡ്ജ്. 16-ാം നൂറ്റാണ്ടിൽ ഹോയാനിലേക്ക് ട്രേഡിങ്ങിനായിട്ട് വന്ന ജപ്പാൻകാരാണ് ഇത് ഉണ്ടാക്കിയത്. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഡോഗിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ജപ്പാൻകാരുടെ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചതായിരിക്കും. അതുപോലെ ഈ ബ്രിഡ്ജിൽ തന്നെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിനെ പഗോഡ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. പറയാൻ വിട്ടുപോയി, ഈ ഹോയാൻ ഓൾഡ് ടൗൺ ഏരിയ എന്ന് പറഞ്ഞ ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഹോയാൻ. അതേപോലെ ഇറങ്ങി പോകുന്ന സ്ഥലത്ത് ഒരു മങ്കി സ്റ്റാച്ചു ആണ് വെച്ചേക്കുന്നത്. മറ്റേ സൈഡിൽ ഡോഗിൻ്റെ സ്റ്റാച്ചു ആയിരുന്നു, ഈ സൈഡിൽ മങ്കി സ്റ്റാച്ചു. ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ടൂറിസ്റ്റുകൾക്ക് സുവനീർസ് വിൽക്കുന്ന കടകൾ തന്നെയാണുള്ളത്. അപ്പോൾ ഹോയാനിലെ രാത്രി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അതേപോലെ നാളെ നമ്മൾ ഹോയാനിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കുറച്ചും കൂടെ ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള അധികം ടൂറിസ്റ്റുകളൊന്നും വിസിറ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വിയറ്റ്നാമിലെ തന്നെ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായിട്ട് കാണാം.